ദേശാഭിമാനിയിലെ മുഖപത്രമായ ഇല്ല കള്ളൻ വിജയൻ തലക്കെട്ട് വലിയ വിവാദമായിരുന്നു. ആ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ വാരാന്ത്യ പതിപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന പത്രാധിപൻ KR അജയനെതിരെ ഇപ്പൊ CPM കടുത്ത നടപടിയിലോട്ട് കടന്നിട്ടുണ്ട്. അതായത് വിരമിക്കുന്നത് വരെ അവധിയിൽ പോകണമെന്നാണ് ആവശ്യം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി പോടാ എന്ന് പറയുന്നതിന് തുല്യമാണ് അക്ഷരാർത്ഥത്തിൽ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്താ? ഇതിനകത്ത് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ആരെയാണ് ഭയക്കുന്നത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്തിനെയാണ് ഭയക്കുന്നത്? ആരെയാണ് എന്തിനെയാണ് ഭയക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ KR അജയൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒരു ജോലി ചെയ്തു. അദ്ദേഹം വാരാന്ത്യ പതിപ്പിൻ്റെ എഡിറ്ററാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ ഒരു ഫീച്ചർ ചെയ്യുന്നു. അവിടുത്തെ ഒരു നാടകക്കാരനെ കുറിച്ച് ഫീച്ചർ ചെയ്യുന്നു, കള്ളൻ വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. അത് ദൗർഭാഗ്യവശാൽ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, KR അജയൻ്റെ ദൗർഭാഗ്യം എന്ന് പറയുന്നതല്ലാതെ ആ ദൗർഭാഗ്യവശാൽ VS അച്യുതാനന്ദൻ്റെ പ്രത്യേക പതിപ്പ് ഇറങ്ങുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് ആ പത്രത്തിൽ അല്ലെങ്കിൽ ആ വാരാന്ത്യ പതിപ്പിൽ അടിക്കേണ്ട ഒരു ഗതികേടുണ്ടാവുന്നു. പെട്ടെന്ന് ഇത് തിരിച്ചറിയുന്നു. എന്തിനാണ് ഇത് ഭയന്നത്? CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭയന്ന് എവിടം വരെ ഓടാനാണ്? എവിടം വരെ ഓടാൻ കഴിയും പാർട്ടിക്ക്? ആലോചിച്ച് നോക്കൂ. ഇവിടെ കള്ളൻ വിജയൻ, എന്തിനാണ് കള്ളൻ വിജയൻ എന്ന് പറയുന്ന ആ ഒരു പേരിനെ CPM ഭയക്കുന്നത്? അല്ലെങ്കിൽ നേതൃത്വം എന്തിന് ഭയക്കണം? ഒറ്റ ചോദ്യം ചോദിക്കുക, പിണറായി വിജയൻ കള്ളനാണോ? അങ്ങനെ ഒരു അഭിപ്രായം CPM-നുണ്ടോ? അല്ലെങ്കിൽ ഈ പത്രം അച്ചടിക്കുന്ന റെസിഡന്റ് എഡിറ്ററായ M സ്വരാജിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ CPM നേതാക്കന്മാർക്കും CPM പ്രവർത്തകർക്കും പിണറായി വിജയൻ കള്ളനാണ് എന്നൊരു അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഭയക്കാം. ആ ചോദ്യം ഇപ്പൊ എല്ലാരും ചോദിച്ചു തുടങ്ങിയിട്ടില്ലേ? അതാ പറയുന്നത്. അവർക്ക് തന്നെ അങ്ങനെ ഒരു ഭയമുണ്ടോ എന്നുള്ള ചോദ്യം ഇത് പുറത്തുനിന്ന് ആരും അല്ല ഈ വിഷയം ഉണ്ടാക്കിയത്. അത് തന്നെ പത്രത്തിന്റെ അച്ചടി അങ്ങ് നിർത്തിവെക്കുക. ആ വാരാന്ത്യ പതിപ്പ് ആ ആഴ്ച ഇറങ്ങുന്നില്ല. പൊതുജനം എന്താ കരുതുക? ഇത് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പൊ പറയും ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്, ഞങ്ങളുടെ പത്രം എന്ന് പറയുന്ന ഞങ്ങളുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ്. അല്ല, വെറും ഒരു ആഭ്യന്തര വിഷയമായിട്ട് അതിനെ ചുരുക്കി കാണിക്കാൻ പറ്റില്ല. കാരണമുണ്ട്. കാരണം ആ പേരിൽ വരുന്ന ഒരാൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച ഒരു നേതാവിൻ്റെയും കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച ഒരു നേതാവിൻ്റെയും പേരാണെന്നേ അത്. വിജയൻ, പിണറായി വിജയൻ. ആ പേര് അതിനകത്ത് പിണറായി വിജയനെ കുറിച്ച് അല്ലല്ലോ പറയുന്നത്. വെറും അല്ലെങ്കിൽ ഒരു നാടക കലാകാരനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ഫീച്ചർ ചെയ്യുകയാണ്. അതിനെ എന്തിനാണ് പാർട്ടി ഭയക്കുന്നത്? അപ്പൊ എവിടെയാണ്, ആർക്കാണ് പിഴച്ചത്? പൊതുജനത്തിനാണോ പാർട്ടിക്കാണോ പിഴച്ചത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയും പാർട്ടിക്ക് പിഴച്ചു. പാർട്ടി അങ്ങനെ ആയിരുന്നില്ല. ഇത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞ് കൈകഴുകി പോകാൻ പറ്റില്ലെന്നേ. കാരണം ഞാൻ ഈ പറഞ്ഞ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ ജനാധിപത്യ ക്രമത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പേര് കിടക്കുന്നത് കൊണ്ടും ഇവിടെ ഇങ്ങനെ ഒരു പേര് വന്നതുകൊണ്ടും അതൊരു ആഭ്യന്തര വിഷയം മാത്രമായി ഒതുങ്ങുന്നില്ല. തൻ്റെ ഇടമുള്ള നട്ടലുള്ള പാർട്ടിയാണെങ്കിൽ അത് പ്രസിദ്ധീകരിച്ച് ജനങ്ങളുടെ കയ്യിലെത്തിക്കണമായിരുന്നു. എൻ്റെ അഭിപ്രായം അതാ. പൊതുജനത്തിന്റെ കയ്യിലെത്തിക്കണം. എന്നിട്ട് വസ്തുത ഇതാണ് എന്ന് പൊതുജനം വായിച്ച് മനസ്സിലാക്കണമെന്നേ. ഈ ഒരു ഫീച്ചർ കണ്ട് ഞെട്ടിപ്പോയി. അത്രയ്ക്ക് ഈ പറയുന്ന ബ്രണ്ടൻ കോളേജിന്റെ കഥയൊക്കെ പിണറായി വിജയൻ ഒരു 1000 ആവർത്തി പറഞ്ഞല്ലോ. ബ്രണ്ടൻ കോളേജിൽ K സുധാകരനുമായിട്ടുണ്ടായ തർക്കത്തെക്കുറിച്ച്, ഈ പറയുന്ന ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നുപോയി എന്ന് പറയുന്ന വലിയൊരു ചരിത്രം പൊതുജനത്തെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാനായിട്ട് പിണറായി വിജയൻ പറഞ്ഞല്ലോ. ഇവിടെ അമിത്ഷാ വന്നിട്ട് ഈ സർക്കാരിനെ വലിച്ചു താഴെയിടും എന്ന് പറഞ്ഞ സമയത്ത് ഈ സർക്കാരിനെ വലിച്ചു താഴെയിടാനുള്ള തടിയൊന്നും അല്ല, ഉറപ്പൊന്നും ആ തടിക്ക് ഉണ്ടാവില്ല എന്ന് സധൈര്യം എന്ന് പറഞ്ഞ ഒരു പിണറായി വിജയനുണ്ട്. നല്ല ചങ്കുറപ്പുള്ള പിണറായി വിജയൻ. അതൊക്കെ പറഞ്ഞതുകൊണ്ടും ഇവിടുത്തെ സഖാക്കന്മാർക്ക് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ഇവിടുത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ചോര ചീന്തിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരു പിണറായി വിജയൻ ഉണ്ടെന്നേ. ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയൻ എന്ന് അതുകൊണ്ട് ആരാധകർ അതുകൊണ്ടാണ് വിളിച്ചത്, ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചത്. കേരളം ഇവിടെ കുലുങ്ങിയ സമയമുണ്ട്. കഴിഞ്ഞ വയനാട് 2 വർഷം കഴിയുന്നു. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ, അതിനു മുമ്പ് നിപ്പ വന്നു, കോവിഡ് വന്നു, നമ്മളെ തകർത്തെറിയാൻ പ്രളയം വന്നു. ഇതിന്റെ എല്ലാം മുന്നിൽ മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിച്ച ഒരു നേതാവുണ്ടായിരുന്നു. ചങ്കുറപ്പോടുകൂടി കേരളത്തെ കൈപിടിച്ച് കാത്തു നിന്നൊരു നേതാവല്ലേ പിണറായി വിജയൻ? അല്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെ കൊണ്ടോ ഏതെങ്കിലും ഒരു അണിയെ കൊണ്ട് പറ്റുമോ? ഏതെങ്കിലും ഒരാൾ പറയട്ടെ, ഒരു പ്രവർത്തകൻ, ഒരു അനുഭാവി പറയട്ടെ പിണറായി വിജയൻ ഞങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് ഈ പറയുന്ന ഏതെങ്കിലും ഒരു അനുഭാവി പറയട്ടെ. ആ ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയൻ എന്തിനാണ് ഇങ്ങനെ ഒരു വാരാന്ത്യ പതിപ്പ് ഇറങ്ങുമ്പോൾ ഭയക്കുന്നത്? കള്ളൻ വിജയൻ എന്നുള്ള പേരിൽ ഒരു വാരാന്ത്യ പതിപ്പിൽ ഭയക്കേണ്ട ആവശ്യം എന്താണ്? ഇത് ഭയമാണ്.
ഈ പറയുന്ന KR അജയനോട് പറയുകയാണ്, നിങ്ങൾ വിരമിക്കുന്നവരെ അവധിയിൽ പൊയ്ക്കോളൂ എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറയാൻ, നിനക്ക് ശമ്പളവും ഇല്ല, ഒന്നുമില്ല, നീ ഇവിടുത്തെ എംപ്ലോയി എന്നുള്ള നിലയിൽ നീ ഇവിടെ നിന്നോ, പക്ഷേ നിനക്ക് ശമ്പളം ഇല്ല, നീ അവധിയിലാണ്, വിരമിക്കുന്നവരെ അങ്ങനെ പൊക്കോളൂ. എനിക്ക് KR അജയനോട് പറയാൻ, പുള്ളി പോയി ഏതെങ്കിലും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നേ, ഒരു സോഷ്യൽ മീഡിയയിൽ പുള്ളിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറ. നാളെ നേരം വെളുക്കുന്നതിനകത്ത് പുള്ളിക്ക് അത്യാവശ്യം വ്യൂവർഷിപ്പും കിട്ടും, പിന്നെ അതിനകത്ത് നിന്ന് പൈസയും കിട്ടി തുടങ്ങും. അങ്ങനെ ജീവിക്കാൻ നോക്കുന്നേ. അല്ലാതെ പേടിച്ച് ഈ പാർട്ടിയിൽ ഇങ്ങനത്തെ പേര് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനി ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഗോവിന്ദൻ, പിന്നെ കള്ളൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നാളെ വീണ്ടും ഈ പറയുന്ന ഫീച്ചർ ചെയ്യുന്ന പത്രാധിപരെ പിരിച്ചു വിടുവോ? വിടും. കള്ളൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ എഴുതി കഴിഞ്ഞാൽ കള്ളൻ ജയരാജൻ പിരിച്ചു വിടുവോ? ഇതാണ് പാർട്ടിയുടെ പ്രശ്നം. പാർട്ടി എന്ന് പറയുന്നത്, CPM എന്ന് പറയുന്ന പാർട്ടിയോട് പൊതുജനത്തിന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ പൊതുജനത്തിനൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ പലരും പറയുന്നത് എന്താ, പിണറായി തന്നെ ഭരിച്ചാൽ മതിയായിരുന്നു എന്ന് ഒരു പറ്റം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. സഖാവേ താങ്കളാണ് ശരി, നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ അറിയാം, സഖാവേ താങ്കളായിരുന്നു ശരി എന്ന് പറഞ്ഞുകൊണ്ട് പലരും കമന്റ് ചെയ്തു തുടങ്ങി. എന്താ കാര്യം? അപ്പോൾ പിണറായി വിജയന്റെ ഭരണകാലവും ഈ പറയുന്ന 75 ദിവസമായ ഈ പുതിയ സർക്കാരിന്റെ ഭരണകാലവും തമ്മിൽ ആളുകൾ തട്ടിച്ചു നോക്കുമ്പോൾ ഭേദം അതാണ് എന്ന് തോന്നി. അതുകൊണ്ടാണ് പലരും അങ്ങനെ അഭിപ്രായപ്പെടുന്നത്. അപ്പം ഇവിടെ ഈ പൊതുജനത്തിനെ അങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരു നേതാവിനെ കൊണ്ട് ഈ നേതാവ് പേടിച്ച് ഓടുന്ന ഒരാളാണ് എന്ന് അങ്ങനെ ആക്കി തീർത്തത് ആരാണ്? ദേശാഭിമാനിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞ തൻ്റെ ഇടം ഇല്ലാത്തവരുടെ ആണ് എന്നുള്ള തോന്നലുണ്ടായി. ജനത്തിനൊരു വിശ്വാസം എന്താണെന്നറിയോ? CPM എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് പൊതുജനത്തിനൊരു വിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CPM എപ്പോഴും ഓഡിറ്റിങ്ങിന്, കമ്മ്യൂണിറ്റി എന്താ പറയുക, ഈ ഒരു ഓഡിറ്റിങ്ങിന് വിധേയനായിപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് ജനകീയ വിചാരണ എന്ന് പറയില്ലേ, ജനകീയമായി അല്ലെങ്കിൽ പൊതുജനം ഇതിനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഇടതുപക്ഷത്തെ, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CPM ആയിരുന്നു ശരി എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഈ നാട്ടിലെ പൊതുജനത്തിനുണ്ട്. അതിപ്പോഴും അവരുടെ മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ടാണ് CPM-കാർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പൊതുജനം ഇളകും. CPM അത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പം പിണറായി വിജയൻ വീട്ടിലെ ആർക്കെങ്കിലും ഒരു പുതിയ ജോലി മേടിച്ച് കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇപ്പം വീണ വിജയന് തന്നെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വലിയ പോസ്റ്റ് വീണ വിജയന് കൊടുത്തു എന്നിരിക്കട്ടെ, കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇത് വലിയ വിഷയമാവും. എന്തുകൊണ്ടാ? പാർട്ടി അത് ചെയ്തു, CPM-കാരൻ അത് ചെയ്തു എന്നൊരു പേരുദോഷം വരും. ഇത് പൊതുജനത്തിന് ഇഷ്ടമല്ല. കാര്യം അവര് കാണുന്ന പാർട്ടി എന്താണ്, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് പൊതുജനത്തിന്, അത് കോൺഗ്രസിലുമുണ്ട്, അണികൾക്കിടയിലുണ്ട്, അനുഭാവികൾക്കിടയിലുള്ള ചിന്ത എന്താ, അതിങ്ങനെ ആവണം പാർട്ടി. ഇതിനപ്പുറത്തേക്ക്, അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് 1 ഇഞ്ച് അങ്ങോട്ടോ 1 ഇഞ്ച് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പൊതുജനം പ്രതികരിക്കും. അത് CPM-ന്, അത് ശരിക്കും പറഞ്ഞാൽ CPM എന്ന് പറയുന്നൊരു പാർട്ടി ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന പാർട്ടി തന്നെയാണ്. അപ്പം ഇത് പൊതുജനത്തിന്റെ ഈ ഒരു ചിന്താഗതിക്ക് മാറ്റം ഉണ്ടായാൽ അവർ പ്രതികരിക്കും. അതാണ് മറ്റേ ശ്യാമള ടീച്ചർ സ്ഥാനാർത്ഥിയായിട്ട് വന്ന സമയത്തും ഇതേപോലെ തന്നെയാണ് പ്രതികരണം. അത് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇവിടെ പിന്നെ PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് സ്ഥാനാർത്ഥിയായപ്പോൾ ആരും അതിനെ ചോദ്യം ചെയ്തില്ല. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ മകൻ സ്ഥാനാർത്ഥിയായ സമയത്ത്, ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയായപ്പോൾ ആരും ചോദ്യം ചെയ്തില്ല. പിന്നെ TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ് സ്ഥാനാർത്ഥിയായപ്പോൾ ആരും ചോദ്യം ചെയ്തില്ല. അതേസമയം ഇവിടെ വേറെ ഏതെങ്കിലും CPM നേതാവിന്റെ ഭാര്യ, ഇപ്പം MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അത് തെറ്റാണ്. പാർട്ടിയെ കുറിച്ചുള്ള സങ്കല്പം അതാണ്. അതല്ല. കാരണം എന്താ, അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അച്ഛന്റെ പകരം മകൻ വരുന്നതല്ല രാഷ്ട്രീയം. ഇപ്പം കേരള കോൺഗ്രസ് J നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെ പിന്നെ PJ ജോസഫ് പോയി കഴിഞ്ഞപ്പോൾ PJ ജോസഫിന് പകരമായി അപ്പു ജോൺ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ വരുന്നു. ഇവിടെ KM മാണി മരിച്ചു കഴിഞ്ഞപ്പോൾ KM മാണിയുടെ മകനായി ജോസ് കെ മാണി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഇത് കോൺഗ്രസിന് അനുവദനീയമാണ്, പക്ഷേ CPM-ന് അനുവദനീയമല്ല. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയായ ശ്യാമള ടീച്ചർ സ്ഥാനാർത്ഥി വന്നപ്പോൾ തളിപ്പറമ്പുകാർക്ക് ഇഷ്ടപ്പെടാതെ പോയതിന് പ്രധാനപ്പെട്ട കാരണം അതാണെന്നേ. അങ്ങനെ പോകേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല CPM എന്നറിയാം. കാരണം എന്താ, ഇവിടെ സമരം ചെയ്യാനും അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളിച്ചു നടക്കാനും അടികൊള്ളാനും ഒക്കെ ഇവിടെ ഒരു പറ്റം സഹാക്കന്മാർ ഏത് നിമിഷവും തയ്യാറാണ്. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കിക്കോളൂ, എല്ലാവരും പുച്ഛിച്ച് തള്ളി DYFI-യുടെ പൊതിച്ചോറ് വിതരണം ഹൃദയപൂർവ്വം. എന്തുകൊണ്ടാണ് നടന്നത്? അത് നടക്കാൻ വേണ്ടി, അതിനുവേണ്ടി എന്തിനാ ചോറുപൊതി കൊടുക്കുന്നത്? ആ ചോറുപൊതി കൊടുക്കുന്നതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ടെന്നേ, SDPI-കാരുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, ഈ പിന്നെ പാർട്ടി സ്വാഭാവികമായിട്ട് പാർട്ടിക്കാരുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇവരെല്ലാം സഹകരിക്കുന്നത്? എന്തുകൊണ്ടാണ്? DYFI എന്ന് പറയുന്ന സംഘടനയോടുള്ള വിശ്വാസം കൊണ്ടാണ്. ഇവിടെ 100 കോടി രൂപയാണ് വീട് നിർമ്മാണത്തിനായിട്ട് വയനാട്ടിലേക്ക് DYFI എന്ന് പറയുന്ന സംഘടന മാത്രം പിരിച്ചെടുത്തത്.
എന്തുകൊണ്ടാണ് സംഭവിച്ചു? ജനങ്ങൾക്ക് ഡിവൈഎഫ്ഐയോടുള്ള വിശ്വാസം കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ അത് സോഷ്യൽ ഓഡിറ്റിങ്ങിനാണ്. കുഞ്ഞികൃഷ്ണ സഖാവ് അവിടെ നിന്നുകൊണ്ട് പിന്നെ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു ടി എ മധുസൂദനൻ നടത്തിയത്. എന്തുകൊണ്ടാണ് പൊതുജനം അത് ഏറ്റെടുത്തത്? പാടില്ല. CPM ഒരിക്കലും. അതേസമയം കെ കരുണാകരൻ്റെ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, കെ കരുണാകരൻ്റെ പിന്നെ സ്മൃതി കുടീരം അല്ലെങ്കിൽ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി 4ാമത്തെ തവണ പിരിവെടുക്കാൻ പോവുകയാണ് KPCC. അതിനെ ആരും ചോദ്യം ചെയ്യില്ല. ഇതാണ് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെയും കോൺഗ്രസിനെയും പൊതുജനം അളക്കുന്നത് 2 അളവുകോല് കൊണ്ടാണ്. അതിൽ അവരെ തെറ്റു പറയാനും പറ്റില്ല. കാര്യം അവർക്കറിയാം, അവർക്ക് വേണ്ടി എക്കാലവും ശബ്ദിച്ചിട്ടുള്ള ഒരു പാർട്ടി CPM ആണ് എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നമുക്കറിയാം, ഇപ്പം നടന്ന CJP സമരം, ആ കുട്ടികൾക്ക് വേണ്ടി സമരമുഖത്തിരുന്ന ആരാ? അവര് സമരം ചെയ്യാൻ പോയത് ഇവിടുത്തെ CPM-കാരാണ്. പിന്നെ ജോൺ ബ്രിട്ടാസും ARയും MP അടക്കമുള്ളവരാണ് അവിടെ അവർക്ക് വേണ്ടി സമരം ചെയ്തത്. അവിടെ പിന്നെ ഐഷ ഘോഷി എന്ന് പറയുന്ന SFIയുടെ നേതാവിനെ AKG ഭവനിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ നിന്നിട്ട് ചങ്കൂറ്റത്തോടു കൂടി നിങ്ങൾ യൂണിഫോം ഇട്ടിട്ട് വന്നാൽ ഞാൻ വിട്ടുതരാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ഒരേ ഒരാൾ പിന്നെ ജോൺ ബ്രിട്ടാസാണ്. അപ്പം CJPയിലെ കുട്ടികൾ ആ സമരത്തെ പോലും ഇത്ര കൃത്യമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ കഴിഞ്ഞ CPM ആയതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു വിശ്വാസം പൊതുജനത്തിനിടയിലുണ്ട്. അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ജനത്തിനിടയിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന വെറും മണ്ടത്തരമാണ് ഈ പിന്നെ ആ ഒരു കള്ളം വിജയൻ എന്ന് പറയുന്ന ഫീച്ചറിന് വേണ്ടിയിട്ട് ആ ഒരു ദിവസം പത്രം അച്ചടിക്കാൻ മാറ്റി വെച്ചത്. എന്ത് വിവരക്കേടാണ് പാർട്ടി ചെയ്തത്? ഇപ്പൊ നടപടി വരുന്നു. എന്ത് വിവരക്കേടാണെന്നേ. ഇങ്ങനെ അധപ്പതിച്ചു പോകരുത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. ജനങ്ങളുടെ മനസ്സിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് എല്ലാ കാലത്തും ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്. പൊതുജനത്തിന് പാർട്ടിയിൽ ഒരു വലിയ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെയും ആ ഒരു ധൈര്യത്തെയും ഒക്കെ തല്ലിക്കെടുത്തിയ ആൾക്കാരായിട്ടാണ് ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വം മാറിയിരിക്കുന്നത്. MP ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവരെയാണ് കുറ്റം പറയുന്നത്. ഇവർക്കെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയാതെ പോയി, അവിടെ ചെയ്യാൻ കഴിയാതെ പോയി പരാജയപ്പെട്ടു. ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ശൈലിയിലേക്ക് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അധപ്പതിച്ചു എന്ന് പറയേണ്ടി വരും. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ധ്രുവത്തിലേക്ക് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി, കേരളത്തിലെ പാർട്ടി മുഴുവനായിട്ട് അവിടെ അതിലേക്ക് അടിഞ്ഞു ചേർന്നു. എത്രയോ അധികം ആൾക്കാരുണ്ടെന്നേ CPM-ൽ. പാർട്ടി സെക്രട്ടറിയായിട്ട് MP ഗോവിന്ദൻ മാഷിന് പരാജയമാണെങ്കിൽ മാഷിനെ മാറ്റി അടുത്ത ആളെ കൊണ്ടുവരണമെന്നേ. ഇവിടെ പിന്നെ LDF കൺവീനർ TP രാമകൃഷ്ണൻ സഖാവ് പ്രശ്നക്കാരനാണെങ്കിൽ, അല്ലെ പുള്ളി ഇത് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മാറ്റുക. EP ജയരാജനെ പോലൊരു ഇരട്ടച്ചങ്കൻ ഇരുന്ന പോസ്റ്റിലാണ് TP രാമകൃഷ്ണൻ വന്നിരിക്കുന്നത്. അപ്പോൾ പിടിച്ച് മാറ്റിയിട്ട് അടുത്ത ആളിനെ കൊണ്ടുവന്ന് ഇരുത്തുക. ഇത് പാർട്ടി തിരുത്തും എന്ന് പറഞ്ഞിട്ട് എവിടെയും തിരുത്തുന്നതായിട്ട് കാണുന്നില്ല. വീണ്ടും വീണ്ടും കുറേ അബദ്ധങ്ങളിലേക്ക് ചെന്നിട്ടാണ് CPM ചാടിക്കൊണ്ടിരിക്കുന്നത്. ആ അബദ്ധങ്ങളിൽ നിന്ന് മാറുക, സധൈര്യം ജനങ്ങളെ നേരിടാനുള്ള ചങ്കുറപ്പുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് CPM എന്ന് പറയുന്ന പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ജയിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം.